ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഇത്തവണയും വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് പഞ്ചാബ് കിങ്സ് ഇപ്പോൾ IPL വരുന്നത്. ഒരുപാട് കാലമായി IPL മാറ്റിവെക്കുന്നു. എന്നാൽ ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ശ്രേയസ് അയ്യർക്ക് കീഴിൽ അതിന് മാറ്റമുണ്ടാകുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. കാരണം കഴിഞ്ഞ തവണ കൊൽക്കത്തയ്ക്ക് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. അദ്ദേഹമാണ് ഇനി മുതൽ പഞ്ചാബ് കിങ്സിനെ മുന്നോട്ട് നയിക്കുക. ഏതായാലും പഞ്ചാബിന്റെ ഒരു സ്ട്രോങ്ങസ്റ്റ് 11 എങ്ങനെയായിരിക്കും അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവരുടെ ഓപ്പണിംഗ് സ്പോട്ടിൽ ജോഷ് ഇംഗ്ലീഷും അതുപോലെ തന്നെ പ്രഭ്സിമ്രാനുമാണ് വരിക. രണ്ടുപേരും മികച്ച താരങ്ങളാണ്. കഴിഞ്ഞ സീസണിലൊക്കെ പ്രഭ്സിമ്രാന് മോശമല്ലാത്ത പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ വരിക. ചാമ്പ്യൻസ് ട്രോഫിയിൽ ശ്രേയസ് അയ്യർ ഗംഭീര പ്രകടനമാണ് നടത്തിയത്. സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വെടിക്കെട്ട് വീരനായ ഗ്ലെൻ മാക്സ്വെൽ വരുന്നു. അദ്ദേഹം വലിയ പ്രതീക്ഷയാണ്. മറ്റൊരു ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ മാർക്കസ് സ്റ്റോയിനിസും അവിടെയുണ്ട്. അങ്ങനെയാണ് അവരുടെ ഒരു മിഡിൽ ഓർഡർ വരുന്നത്. അതുപോലെ തന്നെ ശശാങ്ക് കഴിഞ്ഞ സീസണിൽ PBKസിന് വേണ്ടി ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു പ്രകടനം പുറത്തെടുത്ത താരമാണ് ശശാങ്ക്. അതുപോലെ തന്നെ വധേര അവിടെ വരുന്നുണ്ട്. ഇനി മാർക്കോ യാൻസൺ അവരുടെ പേസറാണ്. അതുപോലെ തന്നെ അർഷദീപ് സിംഗ് അത് പഞ്ചാബ് കിങ്സിന്റെ വജ്രായുധങ്ങളിൽ ഒന്നാണ്. ഇനിയിപ്പോൾ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഹർപ്രീത് ബ്രാറും യുസ്വേന്ദ്ര ചഹലും ഉണ്ട്. ചഹലിന്റെ ഒരു എക്സ്പീരിയൻസ് തങ്ങൾക്ക് ഗുണമാവും എന്നാണ് ഇപ്പോൾ PBKS വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് അവരുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് 11 വരുന്നത്. ഇമ്പാക്റ്റ് പ്ലെയർ ആയിക്കൊണ്ട് ഷെഡ്ജെ അല്ലെങ്കിൽ യാഷ് താക്കൂറിനെയും ഒക്കെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ചുകൊണ്ട് തുടങ്ങുക എന്നതായിരിക്കും പഞ്ചാബിന്റെ ഒരു ലക്ഷ്യം. ആദ്യ മത്സരത്തിൽ അവരുടെ എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. മാർച്ച് 25-ാം തീയതി GTയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.